ഒരു പെണ്ണിന്റെ തുണി പിച്ച് ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക. ഇന്നത്തെ വീഡിയോ ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും അവരുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവിടെ ഒരു ഐശ്വര്യ ബാബു എന്നൊരു യൂട്യൂബറിൻ്റെ കസിന് സംഭവിച്ചൊരു കാര്യമാണ്. എന്താ പറയുക, നടു റോട്ടിൽ വെച്ച് പിച്ച് ചീന്തിയിട്ടും ഒരു ആക്ഷനും എടുക്കാതെ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് തമ്പനയിലോട് കൂടിയിട്ടാണ് ഐശ്വര്യ ബാബു ഇട്ടിരിക്കുന്നത്. വലിയൊരു യൂട്യൂബറാണ് പുള്ളിക്കാരൻ്റെ കസിന് സംഭവിച്ചൊരു കാര്യമാണിത്. നടു റോട്ടിൽ ഒരു പെണ്ണിനെ പിച്ച് ചീന്തിയിട്ടും ഇവിടെ നീതിയില്ല, ഷെയിം ഓൺ കേരള പോലീസ് എന്നൊരു ഇത് ഇട്ടിട്ടാണ് ഐശ്വര്യ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരെ ഒന്ന് കേട്ടു നോക്കൂ. കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുതെന്നുള്ള ഒരു കാര്യമാണ്. നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി പിച്ച് ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക. അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും അവരുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. കാരണം എന്റെ വീട്ടിലെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എന്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. നടു റോഡില് അതിലേക്ക് ഞാൻ വരാം, ആരാണ് എന്താന്നുള്ളതൊക്കെ. അപ്പൊ പ്രശ്നങ്ങള് ഈ വ്യക്തിക്ക് ലിറ്റിയാണ്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ. എന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ്. ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വത്ത് തർക്കവും അതും ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എന്റെ സെയിം ഏജ് ആണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കയറി ചെന്ന്, അതുപോലെ തുണി പിടിച്ച് കീറുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ആണുങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ലീഗലി പോകണം. ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും. അതും ഒരു 3 കുട്ടികളുടെ അമ്മയാണ്. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാവും, കറക്റ്റ് സമയം എനിക്കറിയത്തില്ല. പുറകീന്ന് 3 പേര്, ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകീന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകീന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി. അതേപോലെ 3 കുട്ടികളുടെ അമ്മയ്ക്കാണ് ഈ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. എന്താ പറയാ, ഇത്രയും നാട്ടുകാരുണ്ടായിട്ടും അവിടെ എന്താ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ പിച്ച് ചീന്തുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ നോക്കി നിന്ന അവരുടെയൊക്കെ മനസ്സുണ്ടല്ലോ. ഒരു പെണ്ണിനെയാണ്, ഒരു
എന്താ പറയുക, പബ്ലിക്കിന് മുമ്പിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ പിച്ച് ചീന്തുന്ന സമയത്ത് ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഒരു നാട്ടുകാർ അല്ലെങ്കിൽ ഒരു പെണ്ണല്ലേ, അത് ഒരു പെണ്ണിനോട് ചെയ്യാം, ഞാനൊരു പെണ്ണാണ് എന്താണ്. അപ്പോൾ നമുക്കൊക്കെ എന്താണ് ഒരു സമൂഹത്തിലൊരു എന്താണ് ഇതുള്ളത്. ഒരു പെണ്ണിനെ ഇങ്ങനെ പിച്ച് ചീന്തുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒന്ന് എന്താണ് മാറ്റി, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച്, പോലീസിൻ്റെ അത് പറയുന്നുണ്ടായിരുന്നു, പോലീസ് യാതൊരു ഇതുമില്ലാതെയാണ് അവിടെ നിന്നതെന്നൊക്കെ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നാട്ടുകാർക്കെങ്കിലും ഇടപെടാലോ. എന്താണ് അവൾക്ക് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ആ 3 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ പോകുന്നത്, അതുപോലും നാട്ടുകാർക്കൊരു ചിന്തയില്ലാതെ കാണിക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും അനുഭവിക്കേണ്ടി വന്ന നടുവും ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട്. നല്ല പിച്ച് ചീന്തിരിക്കുക, എന്താ പറയുക, പറയണ കേൾക്കുമ്പോൾ തന്നെ ഒരു പെണ്ണെന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നു. അത്രയ്ക്കും ഇത് തോന്നുന്നു, ഭയങ്കര വിഷമം തോന്നുന്നു. ഈ ഇത്രയും അവസ്ഥ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നാട്ടുകാരൻ്റെയൊക്കെ ആ ഒരു മനസ്സ്, അപ്പോൾ അത് കണ്ട് രസിക്കുകയായിരിക്കും. വല്ലാത്തൊരു നാട്ടുകാർ തന്നെയാണ്. ഇതൊക്കെ സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാം കണ്ടു നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്കാണ്, നിങ്ങളുടെ പെങ്ങൾക്കാണ് വേറെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിതെല്ലാം കണ്ടു നിൽക്കും. എനിക്കിതാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് അവരെ ഇങ്ങനെ എന്താണ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റുള്ള ആൾക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഐശ്വര്യ തന്നെയാണെങ്കിൽ ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐശ്വര്യയ്ക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. 3 മക്കളാണല്ലോ, അവരെ നോക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യയ്ക്ക് എന്തോ ഓരോ മനുഷ്യർക്ക് ഓരോരോ ഇതായിരിക്കില്ല, പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു തന്നെയാണ്. സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും സെക്യൂരിറ്റിനെ എന്തിനാണ് നിർത്തുന്നത്? നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റിനെ നിർത്തുന്നത്. പക്ഷേ സെക്യൂരിറ്റിയും ഒന്നും മിണ്ടാതെ കാഴ്ചക്കാരനായിട്ട് നിന്നു പറയുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. സെക്യൂരിറ്റിന് എന്ത് വിശ്വാസത്തിലെ സെക്യൂരിറ്റിയെ പല ഇതിലും നിൽക്കുക. ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള സെക്യൂരിറ്റിമാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ? ഐശ്വര്യയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഹസ്ബൻഡിനെ അച്ഛനെയും കൂടെ എന്താ പറയുക, ഐശ്വര്യ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. എന്തൊരു അവസ്ഥയിലല്ലേ ആ പെൺകുട്ടി അവിടെ കിടന്ന് മരിച്ചതാണെങ്കിൽ ഇവരൊക്കെ എന്ത് പറയും? അപ്പോഴും അയ്യോ ഞങ്ങൾ കണ്ടു അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കാഴ്ചക്കാരായി നിന്ന് പറയാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അടിക്കുന്നവരെ ഒന്ന് മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ലജ്ജ തോന്നുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഓർക്കുമ്പോൾ. പോലീസിനെ വിളിച്ച സമയത്തും പോലീസ് ഇനിയിപ്പോൾ എന്താ പറയുക, രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ പുറത്താണോ എന്ന് അറിയില്ല, ഇവരെ ഉപദ്രവിച്ച ആൾക്കാരിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്ര പോലീസ് നിന്നിട്ടുണ്ടായിരുന്നത്. പോലീസിന് ചില അനാസ്ഥകൾ ഞങ്ങൾക്കും ഒരു ഇതുണ്ടായിട്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ 100 കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. നമ്മുടെ കണ്ണൂരിട്ട് 100 കാര്യങ്ങളായിരിക്കും അവരിങ്ങോട്ട് പറയുന്നത്. നമുക്ക് സപ്പോർട്ടായിട്ട് അവർ ചില സമയത്ത് നിൽക്കാറില്ല. ചിലപ്പോൾ നമ്മൾ പരാതി കൊടുത്തവരിൻ്റെ സപ്പോർട്ടായിട്ടായിരിക്കും അവർ നിൽക്കാറ്. പല ഇതും ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, പല സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഇത് പറയുന്നത്. എല്ലാ പോലീസിനും ഞാൻ കുറ്റം പറയുന്ന ആളൊന്നുമല്ല. ചിലവർ നല്ലവരായിരിക്കും. ഒരു 4-5 പോലീസ് ഇങ്ങനെയുള്ളതായി കഴിഞ്ഞാൽ ഓൾ പോലീസിനെ കുറ്റം പറയുന്നു എന്ന് ആണ് പറയുന്നത്. പക്ഷേ ശരിയാണ്, ഈ 4 പോലീസ് നല്ലതല്ലാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും ആ ഒരു നെഗറ്റീവ് ഇമേജ് വരും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും പോലീസ് അവർക്ക് മാത്രം ഇത് ഫെയർ ചെയ്ത് നിന്നത് എന്തായാലും ശരിയായില്ല. എന്തായാലും ഒരു പെൺകുട്ടിയിലെ, ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ എന്താണ് ഈ സമൂഹത്തിൽ സുരക്ഷ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഞാനും അതാണ് ചിന്തിച്ചു പോകുന്നത്. നമുക്കൊരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലീസിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ 100 കാര്യങ്ങളായിരിക്കും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഉന്നയിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. നിങ്ങൾ ഫാമിലി പ്രോബ്ലം അല്ലേ, അതിപ്പോൾ ഞങ്ങൾ ഇടപെടണം, നിങ്ങളത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ മുട്ടുന്യായങ്ങളൊക്കെ. എന്ത് തന്നെയാണെങ്കിലും പോലീസിന് ഇപ്പോൾ കുറേയൊക്കെ അനാസ്ഥകളുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളൊരു ഇതിന് വേണ്ടി ഹെൽപ്പിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് നല്ലൊരു ഇതല്ല. നമുക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നലിനാണല്ലോ നമ്മൾ പോലീസിനെ വിളിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു സമീപനമാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ എന്ന്. ആ പെൺകുട്ടിക്ക് ഇത്രയൊരു ദുരവസ്ഥ വന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കില്ല എന്ന് ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ പോലീസിനും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. പിന്നെ ലിറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമൊന്ന് കേട്ട് നോക്കൂ. വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു.
അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാള് എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. എന്താ പറയുക, പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ, സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു അത്രയ്ക്ക് മോശമായിരുന്നു. എന്താ പറയുക, പണമുള്ളവർക്ക് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം, പണമില്ലാത്തവർക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചു, നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് പണമില്ലെങ്കിൽ നിങ്ങൾ യാതൊരു ഹെൽപ്പും കൊടുക്കില്ലേ? അവർ കടന്ന് ചാവട്ടെ എന്നാണ് പോലീസിൻ്റെ ഇത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എല്ലാ പോലീസിനെയും കുറ്റം പറയുമെന്നല്ല, ചില പോലീസിൻ്റെ സമീപനം ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് നേരിട്ടും അത് അല്ലാതെ പല ഫ്രണ്ട്സ് മുഖേന നമ്മൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, ചില ആളുകൾ എങ്ങനെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഒരു അവസ്ഥ ഇനി ഏതൊരു പെൺകുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെയും പിച്ച് ചീന്തിയിട്ട് നോക്കി നിന്നവരുടെ ആ മനസ്സുണ്ടല്ലോ, അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞതുപോലെ അവിടെ കടന്ന് പിച്ച് ചീന്തുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ നോക്കി നിന്ന ആ നാട്ടുകാരുടെ ആ മനസ്സുണ്ടല്ലോ, അത് ഞാൻ നമിച്ചു. എന്തായാലും വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.